ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. തമ്പനയിൽ കണ്ടിട്ടായിരിക്കും നിങ്ങൾ ഈ വീഡിയോയിലേക്ക് വന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഇത് എനിക്കൊരു ട്രോൾ ഗ്രൂപ്പിൽ നിന്ന് ഫേസ്ബുക്കിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോഴാണ് ഞാൻ ഇതിന്റെ പിന്നാമ്പുറത്തേക്ക് ചിന്തിച്ചത്. സന്തോഷ് പണ്ഡിറ്റ് 2021 ഒക്ടോബർ 1 മേജർ രവിയുമായിട്ട് നടന്ന ഇന്റർവ്യൂവിൽ ഉള്ള വീഡിയോയിൽ നിന്നാണ് ഈ വീഡിയോയ്ക്ക് തുടക്കം വരുന്നത്. അന്ന് സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇന്ന് OTTക്കാർ ഈ സിനിമ എല്ലാം പറയുന്ന വില കൊടുത്ത് വാങ്ങുന്നത് അവരുടെ ഒരു തുടക്കത്തിന് വേണ്ടിയിട്ടാണ്. നല്ലൊരു തുടക്കം അവർക്ക് കിട്ടാൻ വേണ്ടിയും ഇതുവഴി സിനിമ തിയേറ്ററിൽ നിന്ന് കൂടുതൽ പേർ OTT വഴി കണ്ട് അതൊന്ന് എസ്റ്റാബ്ലിഷ് ആയി വരാൻ വേണ്ടിയിട്ടാണ് അവർ അതെല്ലാം OTT നല്ല എമൗണ്ട് തന്ന് വാങ്ങുന്നത്. ഇത് നിങ്ങൾക്ക് ഭാവിയിൽ ദോഷം ചെയ്യും, തിയേറ്ററുകളെല്ലാം പൂട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അന്ന് ദോഷം ചെയ്യുമെന്ന് അന്നേ സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞ കാര്യമാണ്. എന്നാൽ ഇന്ന് നടക്കുന്നതിനെ കുറിച്ച് നിങ്ങളൊന്ന് നോക്കിയോ. അതായത് കേരള ഫിലിം അസോസിയേഷന്റെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ജി സുരേഷ് കുമാർ വന്നിട്ട് പറയുന്നത് കേട്ടു. സിനിമകളൊന്നെല്ലാം നഷ്ടത്തിലാണ് പോകുന്നത്, ആ താരങ്ങളാരും വില കുറയ്ക്കുന്നില്ല, റേറ്റ് പണിക്കൂലി കുറയ്ക്കുന്നില്ല, OTTക്കാര് തോന്നുന്ന വിലയാണ് തരുന്നത്, പിന്നെ തന്നാൽ തന്നെ അത് 10 മാസമൊക്കെ എടുത്താണ് പൈസ തന്നു തീർക്കുന്നതെന്ന്. അപ്പോഴാണ് സന്തോഷ് പണ്ഡിറ്റിന്റെ പഴയ വാക്ക് ഇനി എത്രമാത്രം വിലയുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുന്നത്. സന്തോഷ് പണ്ഡിറ്റ് ചെയ്യുന്ന സിനിമകൾ പലതും കോമഡി ആയിട്ട് എല്ലാവർക്കും തോന്നിയേക്കാം. പക്ഷെ സന്തോഷ് പണ്ഡിറ്റ് യഥാർത്ഥത്തിൽ മറ്റുള്ള ഇന്റർവ്യൂകളിലും എല്ലാം സംസാരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള വാചകങ്ങളായിരിക്കും അദ്ദേഹം കൂടുതൽ ഉപയോഗിക്കുന്നത്. സത്യത്തിൽ കേരള ഫിലിം ഫീൽഡ് നശിപ്പിക്കുന്നത് OTTക്കാരാണോ, അതോ കൂടുതൽ പണിക്കൂലി വാങ്ങുന്ന നടന്മാരും നടിമാരുമാണോ, അതോ ഈ പ്രൊഡ്യൂസേഴ്സ് തന്നെയാണോ? തീർച്ചയായും ഇവർ 3 പേരും ഇതിന് റോളുണ്ട്. അതിൽ മെയിൻ പ്രൊഡ്യൂസേഴ്സ് തന്നെയാണ്. നല്ല സിനിമയ്ക്ക് വേണ്ടി പൈസ ഇറക്കാതെ ഏതെങ്കിലും ഒരു കഥ കിട്ടുകയും അത് ഇത്തിരി പബ്ലിസിറ്റി ഉള്ള ആരെങ്കിലുമാണ് കഥ എഴുതുന്നതെങ്കിൽ അവരെ കഥ വെച്ച് തന്നെ സിനിമ എടുക്കുക, അത് പൊട്ടിപ്പാളീസാകുക. ഇതാണ് ഇപ്പോൾ സ്ഥിരമായി മലയാള സിനിമയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം നല്ലൊരു എമൗണ്ട് സിനിമകൾ മലയാളത്തിൽ ഒരു വർഷം ഇറങ്ങുന്നുണ്ട്. പക്ഷെ അതിൽ നമ്മൾ അറിയുന്നത് ഒരു വർഷം കൂടി പോയ ഒരു 10-40 പടങ്ങളെ കുറിച്ച് മാത്രമേ കേൾക്കുന്നു പോലും ഉള്ളൂ. ബാക്കിയെല്ലാം ഇത് എവിടെയാണ് ഇറങ്ങുന്നതെന്നോ ആർക്കും അറിഞ്ഞുകൂടാ. ഇതിൽ മുൻനിര നായകന്മാരുടെ പടങ്ങളും ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ സിനിമ കൊള്ളൂലെങ്കിൽ സാധാരണക്കാരും അത് ഏറ്റെടുക്കുകയില്ല, അത് വിജയമാവുകയുമില്ല. നല്ല നടന്മാരെ വെച്ച് സിനിമ ചെയ്താൽ വിജയിക്കുമെന്നാണ് മിക്കവരുടെയും ധാരണ. നല്ലൊരു കഥയും നല്ലൊരു ഡയറക്ടറുമാണ് ഏറ്റവും മുഖ്യമെന്നുള്ള കാര്യം പല പ്രൊഡ്യൂസേഴ്സും മറന്നു പോകുന്നതും ഇന്നലെ വന്നിരുന്ന് കരയുവാൻ അവർക്ക് കാരണമായി. മിക്ക പ്രൊഡ്യൂസേഴ്സും ആദ്യമൊക്കെ കുറെ നാള് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത് സിനിമയ്ക്ക് റിവ്യൂ ഇടുന്നവരെ കുറിച്ചായിരുന്നു. അവരെ എല്ലാം നന്നാക്കിയതിന് ശേഷമാണ് ഇപ്പോൾ മറ്റുള്ളവരെ കുറ്റം ചാരുന്നത്. ഒരു 2000-2010 കാലഘട്ടത്തിൽ മലയാള സിനിമയിൽ എന്തുമാത്രം നല്ല സിനിമകളാണ് ഇറങ്ങിയതെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇപ്പോഴും അതൊക്കെ ഇറങ്ങി അതിന്റെ എല്ലാം പിന്നാമ്പുറ ബലത്തിലാണ് ഇന്ന് പടം ഇറക്കിക്കൊണ്ടിരിക്കുന്നതെന്നുള്ള കാര്യം പ്രൊഡ്യൂസേഴ്സിന് മാത്രമാണ് അറിയാത്തത്. അന്ന് ഇറക്കിയിരുന്ന സിനിമകളിലെല്ലാം നായകന്മാരെ എല്ലാം ക്ലിക്കായി വന്നതിന് കാരണം തന്നെ മിക്ക പടങ്ങളും അത്രയും സൂപ്പറായിരുന്നു. കഥയും തിരക്കഥയും എല്ലാം സൂപ്പറായിരുന്നു, അതിന്റെ ഡയറക്ഷനും സൂപ്പറായിരുന്നു. പക്ഷെ ഇന്ന് എന്താണ് നടക്കുന്നത്? ഒന്നെങ്കിൽ ഡയറക്ടർ ആരെന്ന് പോലും നോക്കാത്ത രീതിയിലുള്ള നടന്മാരെ വെച്ചുള്ള പടങ്ങൾ, അതും നടന്മാർ വലിയ രീതിയിൽ എന്തൊക്കെയോ ചെയ്യുന്നതായിട്ട് കാണിക്കുക മാത്രമാണ് ഇപ്പോൾ മലയാള സിനിമയിൽ ചെയ്യുന്നത്. ലോകം മാറിയതിനനുസരിച്ച് മലയാള സിനിമ മാറാത്തതാണ് ഇന്ന് ഏറ്റവും കൂടുതൽ മലയാള സിനിമയെ താഴോട്ടടിക്കുന്നത്. ഇപ്പോഴും 1999 ഒരു പടം ഇറക്കിയാൽ എങ്ങനെ വരണം ആ രീതിയിലായിരിക്കും മിക്ക മലയാള പടങ്ങളും ഇറക്കുന്നത്. ഈ ഉദാഹരണം എൻ്റെ ഈ വീഡിയോ പോലെ 2004 യൂട്യൂബ് തുടങ്ങിയ കാലത്തുള്ള രീതിയിലുള്ള വീഡിയോ എടുക്കലാണ് ഞാൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരാണ് ഈ പ്രൊഡ്യൂസേഴ്സിനെ ഉപദേശിക്കുന്നതെന്നാണ് മറ്റൊരു കോമഡി. ഏറ്റവും നല്ല സിനിമ ആസ്വാദകരുള്ളത് കൂടുതലും മലയാളത്തിലാണ്. അവർ എല്ലാ ഭാഷയിലുമുള്ള സിനിമകളെ താലോലിക്കുന്നവരാണ്. കൊറിയ തൊട്ട് ഇംഗ്ലീഷ്
ചൈനീസ്, ജാപ്പനീസ് തുടങ്ങി ഇനി കാണാത്ത സിനിമകൾ, ഭാഷകളും മലയാളികൾക്ക് കുറവായിരിക്കും. അങ്ങനെയുള്ളിടത്ത് ഇനി നല്ലൊരു കോമഡി പടമോ നല്ലൊരു കഥയുള്ള പടമോ ഇറക്കുക എന്ന് പറയുന്നത് വലിയ പാടുള്ള കാര്യമാണ്. അപ്പോൾ ഒരു ആവറേജിന് മുകളിലുള്ള ഒരു പടമെങ്കിലും ചെയ്യാത്ത പക്ഷം മലയാളം ഫീൽഡ് ജൂണോടുകൂടി ഒഴിവാക്കി വിടുന്നത് തന്നെയാണ് ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധനായ നടനായ പ്രഭാസിന്റെ പടം പോലും നല്ലൊരു കഥയോ തിരക്കഥയോ ഇല്ല എങ്കിൽ പരാജയപ്പെടുന്ന ഈ കാലഘട്ടത്തിലും നല്ല നടന്മാരെ വെച്ച് സിനിമ എടുത്ത് കഴിഞ്ഞാൽ പടം വിജയിക്കുമെന്ന് ചിന്തിക്കുന്ന പ്രൊഡ്യൂസേഴ്സ് കേരളത്തിൽ മാത്രമേ കാണുകയുള്ളൂ. പുതുതലമുറയിൽപ്പെട്ടവർക്ക് ആർക്കും അവസരങ്ങൾ കൊടുക്കാനും ഇവർക്ക് ഭയങ്കര മടിയാണ്. വലിയ നടന്മാരെ വെച്ച് നഷ്ടം കോടികൾ വന്നാലും ഇവരാരും പുതിയ നടന്മാർക്ക് അവസരം കൊടുക്കാനോ ഒന്നിനും തയ്യാറായിരുന്നില്ല. എന്തോ ദിലീപും മോഹൻലാലും മമ്മൂട്ടിയെല്ലാം ഒരു സുപ്രഭാതത്തിൽ സിനിമാ നടന്മാരായി വന്നതുപോലെയാണ് ഇന്നത്തെ കാലത്തുള്ള മിക്ക പ്രൊഡ്യൂസേഴ്സിൻ്റെയും ചിന്താഗതി. എല്ലാവർക്കും അവസരങ്ങൾ കിട്ടിയാണ് ഇവരെല്ലാം പൊങ്ങി വന്നതെന്നുള്ള കാര്യം ഇന്നത്തെ കാലത്ത് പ്രൊഡ്യൂസേഴ്സ് ആരും ചിന്തിക്കുന്നില്ല. അന്നത്തെ കാലത്ത് അവരെല്ലാം ചെറിയ എമൗണ്ടിനോ അല്ലെങ്കിൽ പണിക്കൂലി കിട്ടാതെ വരെയാണ് സിനിമകൾ അഭിനയിച്ചതിന് ശേഷമാണ് പടങ്ങൾ വന്നതിന് ശേഷം അവരുടെ റെമ്യൂണറേഷൻ കൂട്ടിയതെന്നുള്ള കാര്യവും ഇനി പ്രൊഡ്യൂസേഴ്സ് ആരും ചിന്തിക്കുന്നില്ല. ഇന്നും പൈസ കൊടുക്കാതെ നായകനാക്കാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവരും അഭിനയിക്കാൻ ചെല്ലുന്നതാണ്. പക്ഷെ അവരെ ആരെയും ആർക്കും വേണ്ട. പ്രാഗൽഭ്യം ഉണ്ടെങ്കിലും അവരെ ആരെയും എടുത്ത് മുന്നിലോട്ട് കൊണ്ടുവരാൻ ഈ പ്രൊഡ്യൂസേഴ്സിനെല്ലാം ഭയങ്കര മടിയാണ്. ഒന്നോ രണ്ടോ സഹനടന്മാർ ഒത്തിരി പേരുള്ളത് വെച്ച് നായകന്മാരെല്ലാം ഒരു പുതിയ ആൾക്കാരെ വെച്ച് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു ചെറിയ ബഡ്ജറ്റിൽ നല്ല പടങ്ങൾ ഇറക്കാൻ ഇന്നത്തെ കാലത്ത് കഴിയുന്നതാണ്. സംവിധായകന്മാരുടെ കാര്യം എന്തായാലും നമുക്ക് അതിൽ ഇന്നത്തെ കാലം പരിചയമുള്ളവരെ തന്നെ വെക്കണം. ഒരു സിനിമയുടെ നട്ടെല്ലെന്ന് പറയുന്നത് സംവിധായകരാണ്. അപ്പോൾ അവർക്കാണ് റെമ്യൂണറേഷൻ കൂടുതൽ കൊടുക്കേണ്ടതെന്നുള്ള ചിന്താഗതി ഇന്നും പ്രൊഡ്യൂസേഴ്സിന് ആർക്കും വന്നിട്ടില്ല. ഇത് നടന്മാരെക്കാളും ഒരു സിനിമയ്ക്ക് ഏറ്റവും അത്യാവശ്യം സംവിധായകർ തന്നെയാണ്. നല്ലൊരു സംവിധായകന് നല്ലൊരു നായകനെ വാർത്തെടുക്കാൻ കഴിയുമെന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് KGF കൊണ്ട് പ്രശാന്ത് നീൽ ഉണ്ടാക്കിയെടുത്ത റോക്കി ബായിയും രാജമൗലിയുടെ ബാഹുബലിയും ഒക്കെ. അതൊന്നും ഇവിടെ ഉള്ളവരാരും കാണുന്നില്ല. ഇവർക്കെല്ലാം ഇപ്പോഴും നടന്മാരുണ്ടെങ്കിൽ മാത്രമാണ് ഒരു പടം വിജയിക്കൂ എന്നുള്ള ചിന്താഗതിയിൽ തന്നെയാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. അവർ റിമ്യൂണറേഷൻ കുറച്ച് ഇവരെല്ലാം സിനിമ ചെയ്തതുപോലെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്നത്തെ കാലത്ത് ഒത്തിരി പൈസ ഉള്ളവരെല്ലാം സിനിമയ്ക്ക് വേണ്ടി പൈസ ഇറക്കാൻ തയ്യാറായി തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ ഒരു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലുള്ള കുറേ പേർ ചേർന്ന് തന്നെയാണ് അവരെ ആരെയും മുന്നോട്ട് വരാൻ സമ്മതിക്കാത്തതും അവരെ ആരെയും സിനിമയ്ക്ക് വേണ്ടി ഒരു സപ്പോർട്ട് കൊടുക്കാത്തതും. ഇവരെല്ലാം പോയി കഴിയുമ്പോൾ തീർച്ചയായും പുതിയൊരു ജനറേഷൻ വരികയും അവർ തീർച്ചയായും മലയാള സിനിമയെ മുകളിലോട്ട് കൊണ്ടുപോകുമെന്ന് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ. നിങ്ങൾക്ക് ഇതിൽ എന്താണ് അഭിപ്രായം? ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ. നന്ദി, നമസ്കാരം.